അനുഗ്രഹീതമായ വിശുദ്ധ ശനിയാഴ്ച നോമ്പിൻ്റെ 18ാമത്തെ ദിവസം സന്ധ്യായാമം കർത്താവിൻ്റെ ആലയത്തിൽ വീണ്ടും കടന്നു വരുവാനും കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അല്പസമയത്തെ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുവാനും അവസരം നൽകിയ ദൈവത്തിന് നന്ദിയും സ്തോത്രവും നമുക്ക് കരയേറ്റാം. ഈ 18ാമത്തെ രാത്രി യാമത്തിൽ ചിന്തയ്ക്കുള്ള വിഷയം കൂട്ടായ്മ, ദൈവത്തോടും മനുഷ്യനോടുമുള്ള കൂട്ടായ്മ. കഴിഞ്ഞ രാത്രിയിൽ ദൈവാലയത്തിൽ നാം ധ്യാനിച്ച ഒരു ഭാഗം അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വരുന്നവനെ കർത്താവ് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന വലിയൊരു സത്യത്തെ കഴിഞ്ഞ രാത്രി നാം ധ്യാനിക്കുകയുണ്ടായി. യോദ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അനുദപിക്കാതിരുന്നപ്പോൾ, തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുദപിക്കാതിരുന്നപ്പോൾ, താൻ പോകുന്ന വഴി തിന്മയുടെ വഴി ആണ് എന്നറിഞ്ഞിട്ടും ആ വഴിയിൽ നിന്നും ഒന്ന് പിന്നിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതിരിക്കുമ്പോൾ യോദ സ്വയം നാശയോഗ്യനായി മാറപ്പെടുന്നുണ്ട്. എന്നാൽ പത്രോസ് തൻ്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് താൻ ആയിരുന്ന ആ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നിലേക്ക് അവൻ മടങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ നോട്ടം അവനെ ഒരു അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ കർത്താവ് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ ദൈവികമായ രക്ഷയുടെ ഒരു അനുഭവത്തെ കർത്താവ് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഇടത്തു നിന്നും ഒന്ന് പുറകിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം ആയിരിക്കുന്ന ചേറിൽ നിന്നും, നാം ആയിരിക്കുന്ന പന്നിക്കൂട്ടങ്ങളുടെ നിന്നും പുറത്തേക്ക് വരുവാനായിട്ട്, സുബോധത്തോടുകൂടെ പിന്നിലേക്ക് പോകുവാനായിട്ട്, അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഒന്ന് കടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് യഥാർത്ഥത്തിൽ അനുതാപത്തെ അനുഭവിപ്പാൻ, അനുതാപ ഹൃദയം സൃഷ്ടിച്ചെടുക്കുവാൻ സാധ്യമാകുക. ഈ രാത്രി കൂട്ടായ്മ എന്ന ചിന്തയോടുകൂടെ ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ എന്ത് ആണ് കൂട്ടായ്മ എന്ന് നാം മനസ്സിലാക്കണം. ഒരു കൂടിച്ചേരലിൻ്റെ അനുഭവത്തെ നമുക്ക് കൂട്ടായ്മ എന്ന് പറയുവാൻ കഴിയും. കുടുംബ ബന്ധങ്ങൾ, അപ്പൻ, അമ്മ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്നതിനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. എല്ലാവരും ഒന്നിച്ചു വരുന്ന, എല്ലാവരും കൂടി വരുന്ന ഒരു സാഹചര്യത്തെ കൂട്ടായ്മ എന്ന് നമുക്ക് പഠിപ്പിക്കുവാനും സാധ്യമാകും. കൂട്ടായ്മയിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് ഒന്നിനോട് ഒന്ന് പറ്റിച്ചേരുന്ന ഒരു അനുഭവത്തെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നിനോടൊന്ന് എഴുകിച്ചേരുന്ന ഒരു അനുഭവത്തെ കൂട്ടായ്മ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകും. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വായിച്ചു കേൾക്കേണ്ട കർത്താവായ ക്രിസ്തു തന്നെ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ നിങ്ങളിലും നിങ്ങളിൽ എന്നെ വസിക്കുമ്പോൾ മാത്രമേ ശരിയായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കൂട്ടായ്മ എന്ന് പറയുന്നത് കർത്താവിനോടുകൂടെ പറ്റിച്ചേരുന്ന, എന്നിൽ കർത്താവ് പറ്റിച്ചേരപ്പെടുന്ന ഒരു അനുഭവത്തെ നമുക്കൊന്ന് കൂട്ടായ്മ എന്ന് പറയുവാനും മനസ്സിലാക്കുവാനും സാധ്യമാകും. കൊമ്പിന് മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിട്ടല്ലാതെ, മുന്തിരിവള്ളിക്ക് കൊമ്പിനോട് കൂടെ പറ്റിച്ചേർന്നിട്ടല്ലാതെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോട് കൂടെ പറ്റിച്ചേർന്നുകൊണ്ട് കൂട്ടായ്മ ആചരിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായി കർത്താവ് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നാം ഒന്ന് തൃത്വത്തെ പരിശോധിക്കുകയാണെങ്കിൽ തൃത്വത്തിൽ 3 സ്വഭാവങ്ങളുണ്ട്, 3 വ്യക്തിത്വങ്ങളുണ്ട്. പിതാവ് എന്ന സൃഷ്ടിയുടെ വ്യക്തിത്വം, പുത്രൻ എന്ന വീണ്ടെടുപ്പിൻ്റെ വ്യക്തിത്വം, പരിശുദ്ധാത്മാവ് എന്ന ശുദ്ധീകരണത്തിൻ്റെ വ്യക്തിത്വം. ഏക മനുഷ്യനിൽ ഈ 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ ഒന്നിനോട് ഒന്ന് അത് പറ്റിച്ചേരുമ്പോൾ ആ തൃത്വത്തെ ത്രിയേക ദൈവം എന്ന് നാം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മ സാധ്യമാക്കിയെടുക്കുവാനായി വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടായ്മ ഒന്ന് സാധ്യമാക്കി എടുക്കുവാനായിട്ട് സാധിക്കുക? കർത്താവ് പറയുകയുണ്ടായി, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണം. പെസഹയുടെ രാത്രി
അരക്കച്ച കെട്ടി താലത്ത് വെള്ളമെടുത്തിട്ട് ഓരോ ശിഷ്യന്മാരുടെ പാദങ്ങളിലേക്ക് പോയി ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉള്ളവർ ആയിരിക്കുവൻ. ഞാൻ നിങ്ങളുമായി കൂട്ടായ്മ സ്ഥാപിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഒരു കൂട്ടായ്മയുടെ ആചരണത്തിൽ ആയിരിപ്പൻ എന്ന് അവിടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്, ഞാൻ നിങ്ങളുമായി എങ്ങനെയാണോ ആയിരുന്നത്, ഞാൻ നിങ്ങളുടെ എന്താണോ പഠിപ്പിച്ചത്, ആ പ്രകാരമുള്ള ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ക്രമപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ എന്നോടുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കുവാനും പിതാവിനോടുകൂടെയുള്ള കൂട്ടായ്മ സാധ്യമാക്കി എടുക്കുവാനും കഴിയുമെന്ന് കർത്താവായ ക്രിസ്തു പെസഹയുടെ രാത്രി ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് പെസഹ മേശയുടെ അടുക്കൽ വന്നിരുന്ന കർത്താവ് പാത്രമെടുത്ത് അപ്പമെടുത്ത് വാഴ്ത്തി സ്തുതിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം, പാപത്തിൻ്റെ മോചനത്തിന് നിങ്ങൾക്ക് നൽകപ്പെടുന്ന നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ആണ്. ഇത് ഭക്ഷിക്കുമ്പോൾ ഇത് കുടിക്കുമ്പോഴും നിങ്ങൾ എന്നോട് കൂടെയുള്ള സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, കൂട്ടായ്മയുടെ ഓർമ്മപ്പെടുത്തൽ പെസഹ രാത്രിയിൽ കർത്താവായ ക്രിസ്തു നൽകുകയാണ്. പ്രിയമുള്ളവരെ, കൂട്ടായ്മ എന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കൂട്ടായ്മ ആചരിക്കുവാനായി കർത്താവ് നമ്മോട് കൂടെ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരും ജനസമൂഹമെല്ലാം ഒരിടത്ത് കൂടിയിരുന്ന് അവിടെ ഇങ്ങനെ പറയുന്നത്, അവ കൂട്ടായ്മ ആചരിച്ചു എന്നാണ് പറയുന്നത്. അവൻ അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു, അവ പ്രാർത്ഥനകളിൽ കൂട്ടായ്മ ആചരിച്ചു, സ്നേഹബന്ധത്തിൽ കൂട്ടായ്മ ആചരിച്ചു, പരസ്പരമുള്ള സന്തോഷത്തിൽ അവർ കൂട്ടായ്മ ആചരിച്ചു. പെന്തക്കോസ്ത് വരുന്ന ആ നാൾ വരെയും അവ ഒരിടത്ത് ഒന്നിച്ചിരുന്ന് അപ്പം നുറുക്കി സ്നേഹം പങ്കിട്ട് സമാധാനം പങ്കിട്ട് സന്തോഷം പങ്കിട്ട് കൂട്ടായ്മ ആചരിച്ചിരുന്നതായി, പ്രാർത്ഥനയിലുള്ള കൂട്ടായ്മ ആചരിച്ചിരുന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്നിൽ ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോഴും കൂട്ടായ്മ ചെയ്യുവാൻ, കൂട്ടായ്മ സ്ഥാപിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു തൻ്റെ ശരീരത്തിൻ്റെ രക്തത്തെയും നുകർന്നു കൊടുക്കുമ്പോൾ, പകർന്നു കൊടുക്കുമ്പോൾ ക്രിസ്തു എന്നിൽ പഠിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മ എന്നിലുണ്ടാക്കണം. ക്രിസ്തുവിനോടുകൂടെ, ദൈവത്തോടുകൂടെ, തൃത്വത്തോടു കൂടെയുള്ള ഒരു കൂട്ടായ്മ എന്നിൽ ഉണ്ടാകണം, സഹമനുഷ്യനോട് കൂടെയുള്ള ഒരു കൂട്ടായ്മ എന്നിൽ ഉണ്ടാകണം എന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ 3 ചിന്തകളെ നമുക്ക് വളരെ വേഗം ഓടിച്ചു പോകാം. ഒന്ന്, കൂട്ടായ്മ സാധ്യമാക്കേണ്ട ഒന്നാമത്തെ അവസ്ഥ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് അവിടെ ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയും. മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോടുകൂടെ പറയുന്നു. ഒന്നാമത്തെ കൂട്ടായ്മ ആത്മീകമായ കൂടിവരവുകൾ സാധ്യമാകുന്നതാണ്. എൻ്റെ നാമത്തിൽ 1, 2, 3 പേർ എവിടെയാണോ കൂടി വരുന്നത്, അത് ആലയമാകാം, സ്വന്തം ഭവനമാകാം, ഒരു പൊതുവായ ഒരിടമാകാം. കർത്താവിൻ്റെ നാമത്തിൽ എവിടെയാണോ കൂടി വരുന്നത് അവിടെ കൂട്ടായ്മ ഉണ്ട്. എവിടെയാണോ കൂട്ടായ്മ ആചരിക്കപ്പെടുന്നത് കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും. അപ്പോൾ ആത്മീകമായ കൂട്ടായ്മ എവിടെയാണോ സ്ഥാപിക്കപ്പെടുന്നത്, ആത്മീകമായ കൂടിവരവുകൾ എവിടെയാണോ എന്നിൽ ഉണ്ടാക്കിയെടുക്കുവാൻ എൻ്റെ സമൂഹത്തിൽ എനിക്ക് കഴിയുന്നത്, അവിടെ ഒരു ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെ എനിക്കൊന്ന് സ്വന്തമാക്കുവാൻ സാധ്യമാകും. ഒന്നാമത് പറയുന്നത് ആത്മീകമായ കൂടിവരവുകളിൽ കൂട്ടായ്മ സ്ഥാപിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ആത്മീകമായ കൂടിവരവിൽ ഒരു കൂട്ടായ്മ സ്ഥാപിക്കണം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഈ ആത്മീകമായി കൂടിവരവിൽ പല സ്വഭാവക്കാരാണ് വരുന്നത്, പല ചിന്ത രീതികളുള്ളവരാണ് വരുന്നത്, പല ജീവിത സാഹചര്യങ്ങളുള്ളവരാണ് വരുന്നത്, പല പ്രയാസങ്ങളുള്ളവരാണ് വരുന്നത്. ഒരു ഭാഗത്ത് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുള്ളവരുണ്ടായിരിക്കാം, മറുഭാഗത്ത് ദുഃഖത്തിൻ്റെ അനുഭവം മാത്രമുള്ളവരുണ്ടായിരിക്കാം, മറ്റൊരു ഭാഗത്ത് നിരാശകൾ മാത്രമുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെ പലരാണ് ഒരു കൂട്ടായ്മയ്ക്ക് ഒരിടത്ത് കൂടി വരുന്നത്. ഈ കൂടി വരുന്നവരെല്ലാവരും ആത്മാവിൽ കൂടി വരുമ്പോൾ അവിടെ കൂട്ടായ്മ യഥാർത്ഥത്തിൽ അർത്ഥപൂർണതയുടെ ഒരു കൂട്ടായ്മയായി മാറുകയാണ്.
ആത്മാവിൽ കൂടി വരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്ന. പല മനുഷ്യർ, പല ചിന്തകൾ, പല ജീവിത രീതികൾ ഉള്ള എല്ലാവരും അപ്പോസ്തലന്മാർ മാത്രമല്ല അവിടെ കൂടിയിരുന്നത്. ഒത്തിരി പേരാണ്, പല ജാതിക്കാർ, പല ഭാഷക്കാർ, പല ജീവിത രീതികളുള്ളവർ, പല സ്വഭാവമുള്ളവർ, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരുന്ന് കൂട്ടായ്മ ആചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നുറുക്കി എന്നാണ് പറയുന്നത്, പ്രാർത്ഥന കഴിച്ചു പോയെന്ന് എന്നാണ് പറയുന്നത്. അവർ ഒന്നിച്ചു വന്നപ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ അവർ ഒന്നിച്ചു വന്നപ്പോൾ അവിടെ കൂട്ടായ്മ അർത്ഥപൂർണമുള്ള ഒരു കൂട്ടായ്മയായി മാറി. അവിടെ വിദ്വേഷങ്ങളില്ലായിരുന്നു, അവിടെ പിണക്കങ്ങളില്ലായിരുന്നു, അവിടെ പകയില്ലായിരുന്നു, അവിടെ വേർതിരിവുകളില്ലായിരുന്നു. ഇന്ന ആള്, ഇന്ന സമുദായം, ഇന്ന ജാതി എന്നുള്ള ചിന്താഭാവങ്ങൾ ഒന്നും അവിടെ ഇല്ലായിരുന്നു. കൂട്ടായ്മ ആചരിക്കുവാൻ വന്നവരുടെ ഇടയിൽ ആത്മീക കൃപ ഉണ്ടായപ്പോൾ ആ കൂട്ടായ്മ അർത്ഥപൂർണമായി തീർന്നതുപോലെ, പ്രിയമുള്ളവരെ, 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ, ഈ 2-3 പേർ പല സ്വഭാവക്കാരായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടാകും. അവിടെ ഉണ്ടാകുന്ന ഭിന്നതകളെ ഞാൻ മാറ്റാം, അവിടെ വിദ്വേഷങ്ങളെ ഞാൻ മാറ്റാം. നിങ്ങൾ ആത്മാവിൽ ഉയർന്നു വരുന്ന ഒരനുഭവമായി തീരും എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടായ്മ സാധ്യമാക്കേണ്ടത് ആത്മീകമായ കൂട്ടിവരവുകളിൽ തന്നെയാണ്. രണ്ടാമത്തെ കൂട്ടായ്മ എന്നെ സാധ്യമാക്കി എടുക്കേണ്ടത് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാമത്തെ അധ്യായം 29 വരെയുള്ള 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ലൂക്കോസ് 24-29 മുതൽ, അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നും അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി തീർന്നു. രണ്ടാമത്തെ കൂട്ടായ്മ വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൽ സാധ്യമാക്കിയെടുക്കേണ്ടതാണ്. യേശു ഉയർത്തെഴുന്നേറ്റു, ഇനി യേശു ഇല്ല എന്ന് ചിന്തിച്ചിരുന്ന ശിഷ്യന്മാരുടെ നിന്നും 2 പേര് എമൗസിലേക്ക് യാത്ര ചെയ്ത് യെരൂശലേമിൽ നിന്ന് എമൗസിലേക്ക് പോവുകയാണ്. 2 പേര് മാത്രമേ ഉണ്ട്, വേറെ ആരുമില്ല. കൂടെ സഞ്ചരിപ്പാൻ 2 പേരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ട് പോകുക, 2 പേരും തർക്കിച്ചു കൊണ്ട് പോകുക. അവനോടുകൂടെ മറ്റൊരു മനുഷ്യൻ കൂടിച്ചേരുന്നുണ്ട്. ഈ 3 പേരും സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. സന്ധ്യയായി. ഒരുവൻ മുന്നോട്ട് പോകുവാനായിട്ട് വാഞ്ചിക്കുമ്പോൾ മറ്റു 2 പേര് പറയുകയാണ്, സന്ധ്യയായി, രാത്രിയാണ്, മുന്നോട്ട് പോകുന്നത് അപകടമാണ്, മുന്നോട്ട് പോകേണ്ട ആവശ്യമല്ല, ഈ രാത്രി ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് നിർബന്ധിച്ച് ആ മനുഷ്യൻ അവരോടുകൂടെ പാർപ്പിക്കുക. പ്രിയമുള്ളവരെ, കൂടെ നടന്നപ്പോൾ ഈ കൂടെ നടക്കുന്നവൻ ആരാണെന്ന് അവർക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. പാർക്കുവാനായിട്ട് അവനെ നിർബന്ധിച്ചപ്പോഴും ആ പാർക്കുവാൻ വന്നവൻ ആര് ആണ് എന്ന് അവരറിഞ്ഞില്ല. അപ്പം നുറുക്കുവാൻ അല്ലെങ്കിൽ ഭക്ഷിക്കുവാൻ ആഹാരം എടുത്തു വെക്കുമ്പോഴും അവർ അറിഞ്ഞില്ല ഈ തീന്മേശയുടെ സമീപത്തായിരിക്കുന്നത് ആര് ആണ് എന്ന്. എപ്പോഴാണ് അപ്പം കരങ്ങളിൽ എടുക്കുന്നത്, എപ്പോഴാണ് അപ്പം വാഴ്ത്തുന്നത്, എപ്പോഴാണ് അപ്പം നുകർന്നു കൊടുക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്, അപ്പോഴാണ് മറ്റു 2 പേർക്ക് മനസ്സിലാകുന്നത് ഇവൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്, ഇവർ ക്രിസ്തു ആണ്. ഇവിടെ വേദപുസ്തകം പറയുന്നത്, അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, അവനെ അറിഞ്ഞു എന്ന് അവിടെ പറയുകയാണ്. കൂട്ടായ്മ ആചരിച്ചപ്പോഴാണ്, വിശുദ്ധന്മാരുമുള്ള ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ആചരിച്ചപ്പോൾ, ഒരുപക്ഷെ അറിയാതെ അവർ ആ കൂട്ടായ്മ ആചരിച്ചു. എങ്ങനെയായിരുന്നാലും ക്രിസ്തുവാണ് കൂടെ ഉണ്ടായിരുന്നത്, വിശുദ്ധനാണ് കൂടെ ഉണ്ടായിരുന്നത്. ആ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ഈ 2 പേരുമുള്ള ഭാഗമായപ്പോൾ അവിടെ കൂട്ടായ്മ അർത്ഥപൂർണമായൊരു കൂട്ടായ്മയും അവരുടെ കണ്ണുകൾ തുറക്കുന്ന ഒരു കൂട്ടായ്മയായി അത് മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, നമ്മുടെ കൂട്ടായ്മ വിശുദ്ധന്മാരുമായുള്ള ഒരു സംസർഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം. ആരാണ് വിശുദ്ധൻ? കർത്താവിൻ്റെ വചനം പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ധ്യാനിക്കുന്നവനും മനസ്സിലാക്കുന്നവനും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നൊക്കെ വിശുദ്ധന്മാർ തന്നെയാണ്. ജീവിതത്തിൽ എനിക്കൊരു വിശുദ്ധൻ എന്ന് പറയുവാൻ കഴിയുന്നത് എൻ്റെ ക്രിസ്തുവാണ്. എനിക്ക് വേണ്ടി യാഗമായി തീർന്നവൻ, എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവൻ, എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി അടക്കം ചെയ്യപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധൻ എന്നെനിക്ക് പറയുവാൻ കഴിയണം. ആ വിശുദ്ധനെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ, ആ വിശുദ്ധനെ എന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ
സ്വന്തമാക്കുവാൻ നമുക്ക് സാധ്യമാകും. വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൽ ഈ കൂട്ടായ്മ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ കൂട്ടായ്മ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 32-33 നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും. അവൻ വഴിയിൽ നമ്മോടുകൂടെ സംസാരിച്ചും തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയുകയാണ്. അപ്പോൾ യേശു അപ്രത്യക്ഷനായ സമയത്ത് കഴിഞ്ഞ മണിക്കൂറുകളെ സംഭവിച്ചതിനെ ഈ രണ്ടുപേരും ഒന്ന് അനലൈസ് ചെയ്യാണ്. അവർ രണ്ടുപേരും ഒന്ന് ഒരിക്കൽ കൂടെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. കൂടെ സഞ്ചരിച്ച മണിക്കൂറുകൾ കൂടെ സഞ്ചരിച്ചവൻ ഞങ്ങളോടുകൂടെ സംസാരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തുകയായിരുന്നല്ലോ. അവർക്കത് അപ്പോൾ മനസ്സിലായില്ല. മനസ്സിലാകുന്നത് വിശുദ്ധൻ്റെ കൂട്ടായ്മയിൽ അവർ ഭാഗമായപ്പോഴാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ഞങ്ങളോടുകൂടെ അവൻ നടന്ന് സംഭാഷിച്ചപ്പോഴും ഞങ്ങളോടുകൂടെ തർക്കിച്ചുകൊണ്ട് വന്നപ്പോഴും ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നല്ലോ, വേദനിച്ചു കൊണ്ടിരുന്നല്ലോ. കൂടെ ആയിരുന്നപ്പോൾ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ അപ്രത്യക്ഷമാകുന്ന അനുഭവം, അവൻ്റെ വിശുദ്ധമാകുന്ന സംസർഗത്തിൽ ഭാഗമായപ്പോൾ അവർ തിരിച്ചറിയുകയാണ് തങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. 33 പറയുന്നുണ്ട്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. മൂന്നാമത്തെ കൂട്ടായ്മയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദൈവ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നതാണ് പ്രിയമുള്ളവരെ കൂട്ടായ്മ. യെരൂശലേം ദൈവ സാന്നിധ്യമുള്ള പട്ടണം എന്ന് മുദ്ര കുത്തിരുന്നൊരു നഗരമാണ്. അവിടെ നിന്നിട്ടാണ് ഇവരെ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്നത്, ദൈവ സാന്നിധ്യമില്ലാത്ത ഇടത്തേക്ക് യാത്ര ചെയ്യുന്നത്. എമ്മൗസിലേക്ക് പോകാതെ വിശുദ്ധനുമായുള്ള കൂട്ടായ്മയിൽ ഒരു യഥാർത്ഥമായ കൂട്ടായ്മ ആചരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒന്ന് മടങ്ങിപ്പോകുകയാണ്. എങ്ങോട്ടാണ്? ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുവാൻ, ദൈവം നിയോഗിച്ച ബന്ധത്തിലായിരിക്കുവാൻ, ദൈവപുരുഷന്മാരുമായുള്ള ബന്ധത്തിലായിരിക്കുവാൻ, സഹവിശ്വാസികളുമായുള്ള ഒരു ബന്ധത്തിലായിരിക്കുവാൻ, സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിലായിരിക്കുവാൻ അവർ ആ ഇടത്തു നിന്ന് മടങ്ങിപ്പോകുകയാണ്. ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ട കൂട്ടായ്മ. കഴിഞ്ഞ രാത്രി ഇവിടെ പറയുകയുണ്ടായി, മുടിയനായ പുത്രന് സുബോധം വന്നത് പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ വെച്ചിട്ടാണ്. ചേറിൽ നിൽക്കുമ്പോഴാണ്, ദുർഗന്ധത്തിൻ്റെ നടുവ് നിൽക്കുമ്പോഴാണ്, നിരാശയുടെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്, വിശന്ന് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്, എല്ലാം നഷ്ടമായപ്പോഴാണ്, ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവന് സുബോധം വന്നത്. സുബോധം വന്നപ്പോഴും ആ മകൻ തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോകും. ഞാൻ ആ തീരുമാനം എങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും? അവൻ അപ്പൻ്റെ കൂട്ടായ്മയിലേക്ക് പോകാനായിട്ടൊരു തീരുമാനമെടുത്തു. ഒരു അനുതാപ ഹൃദയത്തോടുകൂടെ അവൻ തീരുമാനമെടുക്കുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകും. പ്രിയമുള്ളവരെ, ഇവിടെ എമ്മൗസിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിയ ശിഷ്യന്മാർ ഒരു രാത്രി ഒരിടത്ത് താമസിക്കുമ്പോൾ അവർ യേശുവുമായുള്ള സംസർഗത്തിലായിരിക്കുക. യേശുവുമായുള്ള സംസർഗത്തിലായിരിക്കുമ്പോൾ അവർ തിരിച്ചറിയുകയാണ്, അങ്ങോട്ടുള്ള യാത്രയല്ല കൂട്ടായ്മ, അങ്ങോട്ട് പോകുന്നത് ദുഷ്കരമായ യാത്രയാണ്, ദുർഘടമായ യാത്രയാണ്, വേദനയുടെ യാത്രയാണ്. അവിടെ അവർ തീരുമാനമെടുക്കുകയാണ്, തിരിച്ചു പോകാം. കൂട്ടായ്മയിലേക്ക് 3.5 വർഷക്കാലം ആയിരുന്ന കൂട്ടായ്മയിലേക്ക് തിരിച്ചു പോകാം എന്ന് അവർ ഒരു തീരുമാനമെടുക്കുന്നു. അവിടെ അവർ തീരുമാനമെടുത്തതിൽ ഇങ്ങനെ പറയുന്നു, ഉടനെ അവർ അവിടെ നിന്ന് എണീറ്റ് അവർ പഴയ സ്ഥലത്തേക്ക്, അവർ യെരൂശലേമിലേക്ക് യാത്ര തിരിച്ചു മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, കൂട്ടായ്മയിലേക്ക് ഒരു കൂട്ട് അനുഭവിക്കുന്നതിന് വേണ്ടി ആയിരുന്നിടത്തു നിന്നും പോകുവാൻ ഉദ്ദേശിച്ചിടത്തു നിന്നും മടങ്ങിപ്പോകുന്നത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ. നമുക്കൊന്ന് മടങ്ങി വരാം. ഈ നോമ്പ് കാലഘട്ടം കൂട്ടായ്മയുടെ കാലഘട്ടമാകട്ടെ. ദൈവത്തോടുകൂടെയുള്ള കൂട്ടായ്മ, സഹമനുഷ്യനോടുകൂടെയുള്ള കൂട്ടായ്മ, സഹവിശ്വാസികളോടുകൂടെയുള്ള കൂട്ടായ്മ, എൻ്റെ അപ്പനോടുകൂടെയുള്ള കൂട്ടായ്മ, എൻ്റെ അമ്മയോടുകൂടെയുള്ള കൂട്ടായ്മ, എൻ്റെ ഭാര്യയോടുകൂടെയുള്ള കൂട്ടായ്മ, എൻ്റെ ഭർത്താവിനോടുകൂടെയുള്ള കൂട്ടായ്മ, എൻ്റെ മക്കളോടുകൂടെയുള്ള കൂട്ടായ്മയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. അവിടെയാണ് കൂട്ടായ്മ. ഭവനം വിട്ട് പരദേശിയായി പോകുന്ന ഒരു മനുഷ്യന് കൂട്ടായ്മയില്ല. തൊഴിൽ അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ കൂട്ടായ്മ വിട്ട് ഏകനായി യാത്ര ചെയ്യുന്നത്.
അവിടെ തൊഴിലെല്ലാം കഴിഞ്ഞ് ആ ഏകാന്തവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നത് പഴയൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ ഒരു ഏകാന്തവാസത്തിലായിരുന്നിട്ടുണ്ടാകാം. ഈ നോമ്പ് കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്ന നോമ്പ് കാലഘട്ടമാകട്ടെ. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ, എൻ്റെ സഹമനുഷ്യനുമായുള്ളൊരു കൂട്ടായ്മയിൽ, വിശുദ്ധ സംസർഗവുമായുള്ളൊരു കൂട്ടായ്മ, വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക്, ആത്മീകമായൊരു കൂടിവരവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കാം. യഥാർത്ഥത്തിൽ അവിടെയാണ് പ്രിയമുള്ളവരുടെ കൂട്ടായ്മ. അതാണ് ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവാൻ അത് നിങ്ങൾക്ക് കിട്ടും. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. കൊമ്പിനോടുകൂടെ പറ്റിച്ചേർന്ന്, മുന്തിരിയോലിയോടുകൂടെ പറ്റിച്ചേർന്ന് നല്ല ഫലം കായ്ക്കുവാൻ തക്കവിധം കൂട്ടായ്മയിലേക്കൊന്ന് മടങ്ങി വരാം. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ, കുടുംബമായുള്ള കൂട്ടായ്മയിൽ, തകർന്നുപോയ ചില കൂട്ടായ്മകൾ നമുക്കുണ്ട്, തകർന്നുപോയ ചില ബന്ധങ്ങൾ നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ആ ബന്ധത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കാം. ഈ നോമ്പ് തകർന്നതിനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയുടെ നോമ്പ് ആകട്ടെ. ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മകളുടെ ഒരു നോമ്പ് ആകട്ടെ. ഈ നോമ്പ് ഒരു പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു കൂട്ടായ്മയുടെ തലങ്ങൾ ആകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം: കർത്താവേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, അവിടുത്തെ കൂട്ടായ്മയിൽ ഭാഗമാകുക. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ തമ്മിൽ ചെയ്യുവൻ എന്ന കൂട്ടായ്മയുടെ ഉദ്ദേശം വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഈ നോമ്പ് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ യഥാർത്ഥത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം. മുന്തിരിവള്ളി കൊമ്പിനോട് പറ്റിച്ചേരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഫലം കൊടുക്കുവാനായി കഴിയത്തുള്ളൂ. ക്രിസ്തു പെസഹ രാത്രിയിൽ ശിഷ്യന്മാരോടെന്നവണ്ണം നമ്മോട് പറഞ്ഞു: വരുവൻ എന്നെ ഭക്ഷിക്കുവൻ, വരുവൻ എന്നെ നുകരുവൻ. ക്രിസ്തു വിളിക്കുകയാണ്, വരുവൻ. കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിക്കുന്നുണ്ട്. ഈ നോമ്പ് ആ വിളി സ്വീകരിച്ച് കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക്, തകർന്നു പോയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട ആ ഒരു ബന്ധത്തിൻ്റെ പുനരാവിഷ്കരണത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു നടക്കുവാനായി എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എവിടെയൊക്കെയാണോ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്കറിയാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ അന്യജാതിക്കാരുമായി കൂട്ടായ്മ ആചരിക്കരുത്. വിഗ്രഹ ആരാധികളുമായി നിങ്ങൾ ഒരിക്കലും കൂട്ടായ്മ പങ്കിടരുത്. നിങ്ങളുടെ കൂട്ടായ്മ ജീവനുള്ള ദൈവത്തോടു തന്നെ ആകട്ടെ. വിഗ്രഹവും അന്യദൈവവുമായിരിക്കുന്നവരുടെ നിന്നും ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ ആചരിപ്പാൻ, ആ കൂട്ടായ്മയിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവമേ ഈ നോമ്പിൽ എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കൂട്ടായ്മ സ്ഥാപിക്കുന്ന നോമ്പാകട്ടെ. ഈ നോമ്പ് കർത്താവിങ്കലേക്ക് മടങ്ങി വന്ന് കൂട്ടായ്മയിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു നോമ്പാകട്ടെ. തീരുമാനമെടുക്കാം: ഞാൻ വിട്ടേച്ചു പോയ കൂട്ടായ്മയിൽ ഞാൻ മടങ്ങി വരും. ദൈവമായുള്ള കൂട്ടായ്മയിൽ, ആത്മീകമായി കൂട്ടായ്മയിൽ ഞാനൊന്ന് മടങ്ങി വരും എന്ന തീരുമാനമെടുത്ത് നോമ്പിൻ്റെ തുടർന്നുള്ള നാളുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഈ രാത്രി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിന് നന്ദി. കൂട്ടായ്മ ആചരിക്കണം എന്നങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ ആത്മീകമായ കൂടിവരവിൽ ഉണ്ട് എന്ന്, ദൈവമുള്ള സംസർഗത്തിലുണ്ട് എന്ന്, ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോകുന്നതിൽ കൂട്ടായ്മ ഉണ്ട് എന്ന് ഈ രാത്രി നമ്മെ അവിടെ നിന്ന് ബോധിപ്പിച്ചതിനായി സ്തോത്രം. നാഥ, ഞങ്ങൾ അങ്ങയുമായുള്ള കൂട്ടായ്മയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അന്യദൈവത്തിൽ നിന്ന് അകന്ന്, വിഗ്രഹ ആരാധനയിൽ നിന്ന് അകന്ന് അവിടുത്തെ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അവിടവുമായുള്ള സംസർഗത്തെ ജീവിപ്പാൻ യഥാർത്ഥത്തിലുള്ള വചനത്തിൻ്റെ കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മകളെ ഇത് രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ശക്തിയും നല്ല ആലോചനയും ഞങ്ങൾക്ക് നൽകണം. പക, വിദ്വേഷം, പിണക്കം, ഭിന്നത എന്നിവയാൽ തകർന്നുപോയ കൂട്ടായ്മയുണ്ട് നാഥ. ആ കൂട്ടായ്മ ഒരിക്കൽ കൂടെ സ്ഥാപിക്കുവാനായി എൻ്റെ ഭിന്നതകളെ മാറ്റിവെക്കുവാൻ, എൻ്റെ വിദ്വേഷങ്ങളെ മാറ്റിവെക്കുവാൻ, എന്നിലെ പക മാറ്റിവെക്കുവാൻ, എന്നിലെ പിണക്കത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റിവെക്കുവാൻ, അന്ധകാരത്തിൻ്റെ സ്വഭാവങ്ങളെ മാറ്റിവെക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഒരു ശരീരമായി, ഒരു മനസ്സായി, ഒരേ കൂട്ടായ്മ ആചരിച്ച്, ഒരേ പാനപാത്രം ഭക്ഷിച്ചും പാനം ചെയ്തും യഥാർത്ഥത്തിൽ കൂട്ടായ്മ അന്വേഷിച്ച് മുന്നോട്ട് പോകുവാനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ തുടർന്നുള്ള നാളുകളിൽ കൂടെ ഇരിക്കണം. ഇന്ന് പകൽ മുഴുവനും അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ അധ്വാനങ്ങളിൽ കടന്നുപോയി, യാത്രകളിൽ കടന്നുപോയി, വരാനിരുന്ന ആപത്തിൽ ഞങ്ങളെ വീണ്ടെടുത്തു, മരണഭാഷങ്ങളിൽ ഞങ്ങൾ വീണ്ടെടുത്തു. കാലിടറിപ്പോയപ്പോൾ സുരക്ഷിതം ഞങ്ങൾക്ക് നൽകി. ഇനിയും അതേ സുരക്ഷിതത്വം, പരിപാലന ഞങ്ങൾക്ക് നൽകുമാറാകണം. ഒരാഴ്ച ഇവിടെ അവസാനിക്കുന്നുണ്ട്. പുതിയ ആഴ്ചയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നാളെ ശബത്ത് കർത്താവിൻ്റെ ആലയത്തിൽ മടങ്ങി വരുവാനും ആലയത്തിൽ ഒന്നിച്ചിരിപ്പാൻ, സ്തുതി മഹത്വങ്ങളോടുകൂടി അങ്ങ് സ്തുതിക്കുവാൻ, നേർച്ചകൾ, വഴിപാടുകൾ, നന്ദിയർപ്പണത്തിൻ്റെ അനുഭവങ്ങളൊക്കെ സമർപ്പിച്ച് ആരാധനയിൽ ഭാഗമാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. വന്ന വീഴ്ചകളെ പൊറുക്കണമേ. പാപത്തിൽ ഇനിയും ഞങ്ങളെ വീണ്ടെടുക്കണം. യേശുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ദിവസം ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്ത സ്ഥലദോഷം വിടിയിക്കണമേ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഞങ്ങളോടും ജീവിതത്തോടും കൂട്ടായ്മ അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പിൻ്റെ നല്ല നാളുകളോടും അനുഗ്രഹാശീർവാദമായി കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ നോമ്പായിരുന്നതിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവം നന്ദി അറിയിക്കട്ടെ. ഇവർക്ക് സമാധാനത്തോടെ പോയി വരിക.